നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ BA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഫ്രം പ്രീ ഹിസ്റ്ററി ടു 7th സെഞ്ചുറി CE എന്ന പേപ്പറിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ 4ാമത്തെ യൂണിറ്റിന്റെ പേര് പഞ്ച് മാർക്ക്ഡ് കോയിൻസ് എന്നാണ് 4ാമത്തെ യൂണിറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് മഹാജനപദങ്ങളുടെ കാലഘട്ടത്തില് കോയിനുകൾ രൂപപ്പെട്ടത്, ആ കോയിൻസിന്റെ അത് പഞ്ച് മാർക്ക്ഡ് കോയിൻസ് ആയിരുന്നു. അപ്പോൾ ഈ കോയിൻസിനെ കുറിച്ച്, അതിന്റെ സ്വഭാവത്തെ കുറിച്ച്, അതിന്റെ ലക്ഷ്യങ്ങൾ, അതിന്റെ ഷേപ്പ്, അങ്ങനെയുള്ള അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ചെറിയ യൂണിറ്റ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ കഴിഞ്ഞ ഏതാനും യൂണിറ്റുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത് വരുന്നത് പോലെ മഹാജനപദങ്ങളുടെ കാലത്ത് അല്ലെങ്കിൽ അതിന് തൊട്ടു മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ തന്നെ ഈസ്റ്റ്വേർഡ് മൂവ്മെന്റ് ഓഫ് ആര്യന്മാരുടെ ഈസ്റ്റ്വേർഡ് മൂവ്മെന്റ് ഉണ്ടായതോടു കൂടി തന്നെ ഗംഗാ സമതലം മുഴുവൻ വലിയ തോതിൽ കാർഷിക രംഗത്ത് അഭിവൃദ്ധി പ്രാപിച്ചു. അപ്പോൾ ധാരാളമായിട്ട് മിച്ച ഉൽപാദനം അഥവാ സർപ്ലസ് പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നടന്നു. സ്വാഭാവികമായിട്ടും ഈ സർപ്ലസ് പ്രൊഡക്ഷൻ ഇവരെ കൂടുതലായിട്ട് ട്രേഡിലേക്ക്, വ്യാപാരത്തിലേക്ക് നയിച്ചു. അങ്ങനെ കച്ചവടം കൂടി. ബാർട്ടർ സിസ്റ്റമാണ് അതുവരെ നിലവിലുണ്ടായിരുന്നത്. അത് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും, ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ മൊത്തത്തില് ഈ ബാർട്ടർ സിസ്റ്റം നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം സംഘകാലഘട്ടത്തില് നൊടുത്തൽ എന്ന പേരിലൊക്കെ ബാർട്ടർ സിസ്റ്റം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ബാർട്ടർ സിസ്റ്റം സാധനത്തിന് പകരം സാധനങ്ങൾ കൈമാറുന്ന ഒരു രീതിയാണ്. എന്നാൽ അതിന് പലപ്പോഴും ബാർട്ടർ സിസ്റ്റത്തിന് ഉള്ളതായിട്ടുള്ള പരിമിതികൾ, ലിമിറ്റേഷൻസ് ഒക്കെ ഇതിനുണ്ട്. വലിയ തോതിലുള്ള കച്ചവടത്തിന് ബാർട്ടർ സിസ്റ്റം അപര്യാപ്തമായി വന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് പഞ്ച് മാർക്ക്ഡ് കോയിൻസ്, അതായത് ടോക്കൺ കറൻസി സിസ്റ്റം ഒക്കെ വരുന്നത്. ഈ ഒരു കാലഘട്ടത്തില് പണം, വിനിമയ ഉപാധിയായിട്ട് പണം ഉപയോഗപ്പെടുത്തി തുടങ്ങുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പോ മഹാജനപദ കാലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട, അതായത് 6th സെഞ്ചുറി BC-യിലൊക്കെയാണ് ഈ പഞ്ച് മാർക്ക്ഡ് കോയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട്, സാധനങ്ങൾക്ക് പകരം സാധനം എന്നതിനപ്പുറത്തേക്ക് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് പണം ഉപയോഗിച്ച് തുടങ്ങി. ഏതാണ്ട് 500 വർഷം മുൻപ് മുതൽ ഇവിടെ ഈ രീതിയിൽ പണത്തിന്റെ ഉപയോഗം നടന്നിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുന്നത് അന്നത്തെ കോയിൻസിനെ കുറിച്ചാണ് നോക്കുന്നത്. സോ അന്ന് സിൽവർ കോയിൻസും അതുപോലെ തന്നെ വെള്ളി കൊണ്ടുള്ള കോയിൻസും അതുപോലെ തന്നെ ചെമ്പ് അഥവാ കോപ്പർ കോയിൻസും നിലവിലുണ്ടായിരുന്നു. സിൽവറും കോപ്പറും 2 തരത്തിലുള്ള കോയിൻസ് അന്ന് നിലവിലുണ്ടായിരുന്നു. ഇതെല്ലാം ഒരു മോട്ടീഫ് ലൈക്ക്, അതായത് പല സിംബലുകളും പഞ്ച് ചെയ്തിരിക്കുന്ന, പ്രസ് ചെയ്തിട്ട് അതില് ചിത്രങ്ങൾ പതിപ്പിച്ച രീതിയിലുള്ള കോയിൻസ് ആണ് നിലവിലുണ്ടായിരുന്നത്. സോ ഇതില് പല തരത്തിലുള്ള മോട്ടീവ്സ് എന്ന് പറയുമ്പോൾ അതില് അച്ചടിക്കുന്ന ചിത്രങ്ങളെയാണ്. നമുക്ക് കോയിൻസിലൊക്കെ ചില മാർക്കുകളും ചിത്രങ്ങളൊക്കെ കാണാമല്ലോ, നമ്പർ, ഏത് കോയിൻ ആണെന്ന് കാണിക്കാൻ. ഇന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ കോയിൻസിലാണെങ്കിലും നമ്പർ, 5 രൂപയുടെ കോയിനിലാണ് 5 എന്നും അതിൽ മുദ്രകളൊക്കെ ആലേഖനം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതില് ആ രീതിയിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള മുദ്രകളെയാണ് നമ്മൾ മോട്ടീഫ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടീവ്സില് പല വെറൈറ്റി ഓഫ് ഫിഗേഴ്സ് ആണ് ഈ മോട്ടീവ്സിൽ വന്നിരുന്നത്. അതില് ചില വൃക്ഷങ്ങളുടെ, അതായത് നമ്മൾ മുൻപ് പഠിച്ചു ഈ ആല്, പൈപ്പൽ ട്രീ, അതുപോലെ മറ്റു പല ട്രീസും അവര് ആരാധിക്കുന്ന, അതുപോലെ രാജമുദ്രകളായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പലതരത്തിലുള്ള ട്രീസ് ഇത്തരം ഇതിൽ ചിത്രമായിട്ട് വന്നിരുന്നു, മോട്ടീവ്സ് ആയിട്ട് കോയിൻസിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മലകളുടെ ചിത്രം, ഇങ്ങനെ മല വരച്ചു വെച്ചിരിക്കുന്ന, സിമ്പിൾ ആയിട്ട് കോറി വരച്ചിരിക്കുന്ന മലകളുടെ ചിത്രങ്ങൾ, അതുപോലെ സൂര്യന്റെ ചിത്രം ഉണ്ടായിരുന്നു. പിന്നെ പലതരത്തിലുള്ള ജിയോമെട്രിക്കൽ സിമ്പിൾസ് അതില് ആലേഖനം, ട്രയാങ്കിൾ, സർക്കിള്, ട്രയാങ്കിള്, പിന്നെ അങ്ങനെയുള്ള പല ജിയോമെട്രിക്കൽ ഷേപ്സും ഇതിൽ മോട്ടീഫ് ചെയ്യപ്പെട്ടിരുന്നു. ദെൻ ഇതിന്റെ ക്ലാസിഫിക്കേഷൻസ്, 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് നമുക്ക് ഈ കോയിൻസിൽ കാണാൻ പറ്റുന്നത്. ഒന്ന് ലോക്കലായിട്ട് ഉപയോഗിച്ചിരുന്ന കോയിൻസ് ആണ്. അത് 2 ടൈപ്സ് ഓഫ് കോയിൻസ് ആണ് ലോക്കലായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ വിനിമയം ചെയ്യപ്പെട്ടിരുന്നത്. മറ്റൊന്ന് യൂണിവേഴ്സൽ ആണ്, യൂണിവേഴ്സൽ കോയിൻസ് ആണ്. അതിന് കുറച്ചുകൂടി വ്യാപ്തി കൂടുതലാണ്. 3 ടൈപ്സ് ഓഫ് കോയിൻസ് ആണ് യൂണിവേഴ്സൽ ആയിട്ട് അവര് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ പലപ്പോഴും ഇതില് 3 സിമ്പിൾസ് മുതൽ 5 സിമ്പിൾസ് വരെ ഈ യൂണിവേഴ്സൽ ആയിട്ടുള്ള കോയിൻസിൽ കാണപ്പെട്ടിരുന്നു. ഇനി കോയിൻസിന്റെ ഷേപ്പ് മിക്കവാറും കോയിൻസ് എല്ലാം തന്നെ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലാണ് ഉണ്ടായിരുന്നത്. റെക്ടാങ്കുലർ ഷേപ്പിലും ഇനി ചിലതൊക്കെ
ഒരു റൗണ്ട് ഷേപ്പില്, പെർഫെക്റ്റ് സർക്കിൾ ഷേപ്പ് അല്ലെങ്കിലും ഒരു ഓവൽ റൗണ്ട് ഷേപ്പിലൊക്കെയാണ് മറ്റൊരു ടൈപ്സ് ഓഫ് കോയിൻസ്. പിന്നെ സ്ക്വയർ ഷേപ്പിലും കണ്ടിരുന്നു. അപ്പൊ റെക്ടാങ്കുലർ ഷേപ്പില്, സ്ക്വയർ ഷേപ്പില്, അതുപോലെ റൗണ്ട് ഷേപ്പില്, ഇങ്ങനെ 3 ഷേപ്സില് നമുക്ക് ആ കാലഘട്ടത്തിലെ പഞ്ച്ഡ് മാർക്ക് കോയിൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ കോയിൻസിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയ്ക്ക് പറയുന്നത് ന്യൂമിസ്മാറ്റിക്സ് എന്നാണല്ലോ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ന്യൂമിസ്മാറ്റിക്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സാങ്കേതിക വിദ്യ പ്രയോഗിച്ചുകൊണ്ട് ഹിസ്റ്ററിയെ ബ്രിങ് ഔട്ട് ചെയ്യുന്ന ചരിത്രകാരനാണ് ഡി കോസാംബി. ഓക്കെ, ദെൻ നമ്മൾ ഇനി നോക്കുന്നത് അതിന്റെ സിംബൽ പ്ലേസ്മെന്റിനെ കുറിച്ചാണ്. അതായത് ഈ എത്ര തരം സിംബലുകളാണ് ഒരു കോയിനില് പ്രസന്റ് ആയിരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ആ സിംബലിന്റെ വാല്യൂ നിശ്ചയിക്കപ്പെട്ടിരുന്നത്. അപ്പൊ ഉദാഹരണത്തിന് ചില കോയിൻസില് അതിന്റെ ഒരു സൈഡിൽ മാത്രം പഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്, മറ്റേ സൈഡ് പ്ലെയിൻ ആയിട്ടിട്ടിരിക്കും. ഇനി ചിലതിന്റെ 2 സൈഡ്സിലും സിംബലുകൾ കാണും. ഇതിനനുസരിച്ച് അതിന്റെ മൂല്യത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. 2 സൈഡ്സിലും ഇത് മോട്ടീവ്സ് ആലേഖനം ചെയ്തിരിക്കുന്ന കോയിൻസ് ആയിരുന്നു വലിയ കോയിൻസ്, അതായത് കൂടുതൽ വാല്യൂ ഉള്ള കോയിൻസ്. ഓക്കെ, ദെൻ ഇനി നമുക്കറിയാം മഹാജനപദങ്ങൾ 16 എണ്ണം ഉണ്ടായിരുന്നു. ഇതില് പലതും മേർജ് ചെയ്തു, അണക്സ് ചെയ്യപ്പെട്ടു. അങ്ങനെ പ്രബലമായിട്ടുള്ള മഗധ ഉൾപ്പെടെ പ്രബലമായിട്ടുള്ള ഏതാനും മഹാജനപദങ്ങളാണ് ഇതിന്റെ ഒരു 2ാമത്തെ ഘട്ടത്തില് നിലനിന്നിരുന്നത്. അപ്പോൾ എവിടേക്കാണ് ഈ പഞ്ച്ഡ് മാർക്ക് കോയിൻസ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നതെന്ന് നോക്കാം. അതായത് പ്രധാനമായിട്ടും മഗധയില്, സ്വാഭാവികമായിട്ടും മഗധയായിരുന്നു മോസ്റ്റ് പവർഫുൾ മഹാജനപദ. സോ മഗധയില് ഈ പറയുന്ന പഞ്ച്ഡ് മാർക്ക് കോയിൻസ് ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു. ദെൻ മറ്റൊന്നാണ് കുരുവിലും പാഞ്ചാലത്തിലും ശൂരസേനയിലും ഗാന്ധാരത്തിലും ഇത്രയും മഹാജനപദങ്ങളില് ഈ പഞ്ച്ഡ് മാർക്ക് കോയിൻസ് ഉപയോഗിച്ചിരുന്നു. ഇനി എന്താണ് ഈ പഞ്ച്ഡ് മാർക്ക് കോയിൻസിന്റെ ഒരു ഇക്കണോമിക് ഇമ്പോർട്ടൻസ്? അതായത് പഞ്ച്ഡ് മാർക്ക് കോയിൻ ഒരു പെക്യൂലിയർ സ്റ്റേജില് ഇക്കണോമിക് ഗ്രോത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുവരെ നിലനിന്ന് പോയിരുന്ന വിനിമയ രീതിയിൽ നിന്ന് വ്യത്യാസപ്പെട്ട് കൂടുതൽ പുരോഗമനാത്മകമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലേക്ക് ഈ പറയുന്ന വിനിമയം മാറുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് പഞ്ച്ഡ് മാർക്ക് കോയിൻസ് ഉപയോഗിക്കുന്നത്. സോ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ കോയിൻസ് ഉപയോഗിക്കുന്നത്, പഞ്ച്ഡ് മാർക്ക് കോയിൻസ് ഉപയോഗിക്കുന്നത് പൊതുവെ ടോക്കൺ കറൻസി ഉപയോഗിക്കുന്നത്. ടോക്കൺ കറൻസി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫേസ് വാല്യൂവിനേക്കാളും കൂടുതൽ ഉള്ള മൂല്യമുള്ളതിനെയാണ് നമ്മൾ ടോക്കൺ കറൻസി എന്ന് പറയുന്നത്. സോ ഇപ്പൊ പേപ്പർ കറൻസി ഒക്കെ ഒരു ടോക്കൺ കറൻസിയാണ്. ആ പേപ്പറിന്റെ ഇപ്പൊ 2000 രൂപയുടെ ഒരു നോട്ട് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു 500 രൂപയുടെ നോട്ടിന് 500 രൂപയെക്കാളും വളരെ ചെറിയ ഒരു ഫേസ് വാല്യൂ ആണുള്ളത്. ആ പേപ്പറിന്റെ വാല്യൂ വളരെ കുറവാണ്, പക്ഷെ അത് റെപ്രസെന്റ് ചെയ്യുന്ന മൂല്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. സോ ദിസ് ഇസ് ടോക്കൺ കറൻസി. അപ്പോൾ ഈ രീതിയിലുള്ള ടോക്കൺ കറൻസി സിസ്റ്റവും പഞ്ച്ഡ് മാർക്ക് സിസ്റ്റവും ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇക്കോണമിയുടെ സ്റ്റെബിലിറ്റിയെയും അതിന്റെ ഗ്രോത്തിനെയുമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ പഞ്ച്ഡ് മാർക്ക് കോയിൻസ് നമ്മുടെ മഹാജനപദങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സാമ്പത്തിക വളർച്ചയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് അബൌട്ട് പഞ്ച്ഡ് മാർക്ക് കോയിൻസ്. താങ്ക് യു.